Good evening. Parliamentary system. Okay, good evening, Mosina. So, ഇന്നത്തെ ക്ലാസ്സിന് മുമ്പ് ശ്രീലക്ഷ്മി ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ഒരു തവണയെങ്കിലും ലക്ഷ്മികാന്തിന്റെ ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെ 2 and 3 പാർലമെന്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും റീഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ക്ലാസ് കാണാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇൻഫാക്ട് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇനി മുതൽ റീഡ് ചെയ്തിട്ട് വരിക. അപ്പൊ എന്താണ്, നിങ്ങൾ റീഡ് ചെയ്ത കുറെ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും, എന്റെ നോട്ട്സിലുള്ള എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. സോ നമ്മുടെ ക്ലാസ്സസ് ഞാൻ അസൈൻ ചെയ്തിട്ടുള്ളത് ദർ ഇസ് സം ഡിഫറൻസ്. പ്രിലിംസ് പ്ലസ് മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ക്ലാസ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് മേ ബി ഇപ്പോ നമ്മുടെ മെയിൻസിൽ വാട്ട് ഈസ് ദി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 word 2 word ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എഴുതാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാതിരുന്നത്. ആക്ച്വലി ഇന്നത്തെ ടോപ്പിക്കും വളരെ സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്കിന് ക്ലാസിന്റെ ആവശ്യമില്ല, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിനും ഫെഡറൽ സിസ്റ്റത്തിനും. എന്നിരുന്നാലും ഓക്കെ, ഒരു നമ്മൾ എപ്പോഴും ക്ലാസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാതെയാവും. അതേപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിന്റെ ഷാരോ ഗുഡ് ഈവനിങ്, അതേപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിന്റെ ഒരു ഫ്രീക്വൻസി അല്ലെ കുറയും. അതുകൊണ്ടാണ് ഇന്നൊരു ക്ലാസ് അസൈൻ ചെയ്തത്. ഓക്കെ, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അല്ലെ. സോ എത്ര പേര് PDF റീഡ് ചെയ്തിട്ടുണ്ട്? PDF അല്ല, ലക്ഷ്മികാന്ത് ഈ ടോപ്പിക് റീഡ് ചെയ്തിട്ടുണ്ട്, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. യെസ്, ഓക്കെ, റീഡ് ചെയ്തവരുണ്ട്. റൈറ്റ്, ഓക്കെ. ഗായത്രി, മോസിന, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് എ ബിഗ് തിങ്. ഓക്കെ, നല്ല കാര്യമാണ് അല്ലെ, പെൻഡിങ് വെക്കുന്നില്ല. റൈറ്റ്, വെരി ഗുഡ്. സോ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്നലെ ഞാനൊരു 4 ക്വസ്റ്റ്യൻ MCQ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, അതെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് KS ഉണ്ടാവുക, അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ടി വരും. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് സിവിൽ സർവീസസ് മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങളുടെ KS നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പോലും ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ വി ഹാവ് കംപ്ലീറ്റഡ് അവർ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഓൾറെഡി ഞാനൊരു സർ ക്വസ്റ്റ്യൻ നമ്പർ 2 സ്റ്റേറ്റ്മെന്റ് 2 ഒന്ന് നോക്കാമോ? യെസ്, ഞാൻ നോക്കാം. ഓക്കെ, ക്ലാസ്സിന് ശേഷം നോക്കാം. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2 സ്റ്റേറ്റ്മെന്റ് 2 അല്ല. ഓക്കെ, ക്ലാസ്സിന് ശേഷം നോക്കാം, ഇപ്പൊ നമ്മുടെ ടൈം പോവല്ലോ. ഓക്കെ, സോ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഒരു PDF ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാർലമെന്ററി സിസ്റ്റം ഓഫ് ദ ഗവൺമെന്റ് അല്ലേ. എന്താണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ദ ഗവൺമെന്റ്? 1 or 2 വരിയിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളോട് ഒരു മെയിൻസ് എക്സാമിന് ചോദിക്കുകയാണ് 3 മാർക്കിന്, എന്താണ് പാർലമെന്ററി സിസ്റ്റം അല്ല, പാർലമെന്ററി സിസ്റ്റം നിങ്ങൾ എന്ത് എഴുതും? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല അല്ലെ. ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. ശരിയാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ. ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് കോഓപ്പറേറ്റീവ് each other. പാർലമെന്ററി സിസ്റ്റം. യെസ്, ലോകത്ത് പല രീതിയിലുള്ള സിസ്റ്റമാണ് അല്ലെ, സിസ്റ്റം ഓഫ് ദി ഗവൺമെന്റ്. പാർലമെന്ററി ടൈപ്പ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ടൈപ്പ് ഉണ്ട് അല്ലെ, സെമി പ്രസിഡൻഷ്യൽ ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇറ്റ്സ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. യെസ് മോസിന അല്ലെ. സോ ബേസിക്കലി ഒരുപാട് ഫോം ഓഫ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ, നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ ലോകത്തുണ്ട്. അതിലെ 1 ഫോം ഓഫ് ഗവൺമെന്റ് ആണ് പാർലമെന്ററി സിസ്റ്റം അല്ലെ.
ഈ പാർലമെന്ററി സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ബേസിക് ഇന്ത്യയിൽ അല്ല, യൂണിയനിലും സ്റ്റേറ്റും. ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അല്ലെ. ഇത് ഫോളോ ചെയ്യാനുള്ള ഒരുപാട് റീസൺസും കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ പ്രസിഡൻഷിപ്പ് വേണോ അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം വേണോ എന്നുള്ള ഡിബേറ്റ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ മേക്കേഴ്സ് ഫോക്കസ്ഡ് മോർ ഓൺ ദിസ് പാർലമെന്ററി സിസ്റ്റം. അതിന് ഒരുപാട് ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. എ പാർലമെന്ററി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഗവേണൻസ് അല്ലെ. നിങ്ങളുടെ അടുത്ത് ഡെഫിനിഷൻ ചോദിക്കാണ് അല്ലെ, പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടു വരിയിൽ എഴുതാം. എ പാർലമെന്ററി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഗവേണൻസ് വേർ ദി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഡിറൈവ്സ് ഇറ്റ്സ് ലെജിറ്റിമസി ഫ്രം and is accountable to the legislator, that is parliament അല്ല, parliament. The executive, that is the government, is headed by the prime minister and can be removed by the legislator through a vote of non-confidence. ഇത് കുറച്ച് കടുകട്ടി ഡെഫിനിഷൻ ആണ് അല്ല, കുറച്ച് കടുകട്ടി ഡെഫിനിഷൻ ആണ്. ഈ രീതിയിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പഠിച്ചാലും മതി അല്ലെ. എ പാർലമെന്ററി സിസ്റ്റം is a system of government where legislative and executive cooperate to each other അല്ലെ. നമ്മുടെ സ്റ്റുഡന്റ് പറഞ്ഞ ഉത്തരം തന്നെ നിങ്ങൾക്ക് എഴുതാം അല്ലെ. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് അല്ലെ. വലിയ ടോപ്പിക്കാണ്, ഹ്യൂജ് ടോപ്പിക്കാണ് പാർലമെന്റ്. ലോകസഭ, രാജ്യസഭ ഇത് ചെറിയ ടോപ്പിക്കാണ്. പാർലമെന്ററി സിസ്റ്റം വളരെ ചെറിയ ടോപ്പിക്കാണ്. പക്ഷെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ ടോപ്പിക്കാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. ഒരുപാട് ക്ലാസ്സസ് വേണ്ടി വരും അല്ലെ. ലോക്സഭ, രാജ്യസഭ, ഇത് തമ്മിലുള്ള റിലേഷൻസ്, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്, പ്രസിഡന്റ് അല്ലെ, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം അല്ലെ. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ വരികയാണ്, പാർലമെന്ററി സിസ്റ്റം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി പാർലമെന്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് 3 മാർക്കിനും 5 മാർക്കിനും എഴുതാൻ സാധിക്കില്ല. ആദ്യം അത് മനസ്സിലാക്കുക അല്ലെ. കുറച്ച് പോയിന്റുകൾ മാത്രം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ച് മുമ്പോട്ട് പോവാം. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പാർലമെന്ററി സിസ്റ്റം? നിങ്ങൾക്ക് അറിയാം, ഓക്കെ, ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഡ്യുവൽ എക്സിക്യൂട്ടീവ്. ദ ഡ്യുവൽ എക്സിക്യൂട്ടീവ്, the head of the state, that is the president or monarch. ഇന്ത്യയിൽ പ്രസിഡന്റ് ആണ് അല്ലെ. യു കെയിൽ നമുക്ക് മൊണാർക്ക് ആണെന്ന് പറയാം അല്ലെ. ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, ദാറ്റ് ഈസ് ദി പ്രൈം മിനിസ്റ്റർ. ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ കേസ് പറയാണ്, ദ പ്രസിഡന്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് വൈൽ ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദി റിയൽ എക്സിക്യൂട്ടീവ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. You can say that nominal and a real executive അല്ലെ. നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഡിഫാക്ടോ, ഡിജൂറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ. ഡ്യുവൽ എക്സിക്യൂട്ടീവ്. സോ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഒരു ഫീച്ചറാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡന്റ് എന്റെ അടുത്ത് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലേ എന്ന് പറയുന്നത് ഒന്ന് നിർത്താൻ പറ്റുമോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ആലോചിച്ചു പോയതാണ്. സോ ഡ്യുവൽ എക്സിക്യൂട്ടീവ് അല്ലെ, പാർലമെന്ററി സിസ്റ്റത്തിലെ ഡ്യുവൽ എക്സിക്യൂട്ടീവ്. അടുത്ത കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നമ്മുടെ ഇപ്പം പറഞ്ഞല്ലോ അല്ലെ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോക്സഭയാണ്. ഇഫ് ദ ലോക്സഭ പാസസ് എ വോട്ട് ഓഫ് നോൺ കോൺഫിഡൻസ്, ദ ഗവൺമെന്റ് മസ്റ്റ് റിസൈൻ അല്ലെ. യെസ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, which is headed by the prime minister, is responsible to the lower house of the parliament, that is Lok Sabha അല്ലെ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ. അടുത്ത ഫീച്ചർ എന്താണ്? ബൈ ക്യാമറൽ ലെജിസ്ലേറ്റർ. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹൗസസ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം.
യു ക്യാൻ സേ ദാറ്റ് ഡബിൾ മെമ്പർഷിപ്പ് അല്ലെ, ഡബിൾ മെമ്പർഷിപ്പ്. മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരെന്താണ് അല്ലെ, ബോത്ത് ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ മെമ്പർഷിപ്പ് എന്ന് പറയാം അല്ലെ. This means that a person can't be a minister without being a member of parliament അല്ലെ. പാർലമെന്റിന്റെ മെമ്പർ അല്ലാതെ ഒരു വ്യക്തിക്ക് മിനിസ്റ്റർ ആവാൻ പറ്റില്ല. എന്നിരുന്നാലും എക്സെപ്ഷൻ ഉണ്ട്, 6 മാസം വരെ ആവാം അല്ലെ, 6 മാസം വരെ ആവാം. 6 മാസ കാലയളവിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ എലക്ഷൻ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടണം അല്ലെ. സോ ഡബിൾ മെമ്പർഷിപ്പ്. ഫ്യൂഷൻ ഓഫ് പവേഴ്സ്. ദി എക്സിക്യൂട്ടീവ്, പ്രൈം മിനിസ്റ്റർ and the council of minister is drawn from the legislator and is a part of it. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. വേറൊരു ടേം യൂസ് ചെയ്തേ ഉള്ളൂ, ഫ്യൂഷൻ ഓഫ് പവേഴ്സ്, or you can use double membership. Leadership of the prime minister. The prime minister is the leader of the ruling party and is the chief executive of the government. Prime minister. And features are the features എന്തൊക്കെ പറയാം. Dissolution of the Lok Sabha. The Lok Sabha can be dissolved before its full term, 5 years, and fresh election can be held. Rajya Sabha ഒരു പെർമനന്റ് ബോഡിയാണ് അല്ലെ. ഇത് നമ്മള് ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് പാർലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുണ്ട്. ലോക്സഭ എന്താണ്, രാജ്യസഭ എന്താണ്, ഇതിലെ മെമ്പേഴ്സ് എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്, ഇതിന്റെ റോൾ എന്താണ്, ഇതിൽ മെമ്പേഴ്സ് എങ്ങനെയാണ് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ ലോക്സഭ രാജ്യസഭ നമുക്ക് അവിടെ പഠിക്കാം. എന്നിരുന്നാലും എക്സാമിന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഫീച്ചേഴ്സ് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്. നോമിനൽ ഹെഡ് വേഴ്സസ് റിയൽ ഹെഡ് അല്ലെ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദി ഡിഫാക്ടോ ഡി ജൂറോ ഹെഡ്. ഞാൻ പറയാത്ത എന്തൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും? നിങ്ങൾ ലക്ഷ്മികാന്ത് റീഡ് ചെയ്തെന്ന് പറഞ്ഞു, മെജോറിറ്റി പാർട്ടി റൂൾ. വെരി ഗുഡ് അല്ലെ, യു ക്യാൻ ഗീവ് മെജോറിറ്റി പാർട്ടി റൂൾ. വേറെ എന്തൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും? എല്ലാ പോയിന്റുകളും ഞാൻ പെർപ്പസ്ഫുള്ളി ചേർക്കാത്ത തന്നെയാണ്. യു ഹാവ് ടു ഡു അല്ലെ, സംതിങ് യു ഹാവ് ടു ഡു യുവർ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കാനോ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഓക്കെ, നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, എന്നിരുന്നാലും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ലക്ഷ്മികാന്തിൽ എന്തൊക്കെ പോയിന്റ് ഉണ്ട് ബാക്കി? പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി അല്ലെ, പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി, റൈറ്റ്. സീക്രസി, സീക്രസി, സീക്രസി. യെസ്. സോ ഫീച്ചേഴ്സ് ഓഫ് ദി പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. ഒരു കാര്യം ഓർത്തിരിക്കുക, KS എക്സാം ആണ്, 3 മാർക്കാണ്, 5 മാർക്കാണ്. അത് എപ്പോഴും ഓർത്തിരിക്കണം. റൈറ്റ്. സോ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് പാർലമെന്ററി സിസ്റ്റം? എന്താണ് പാർലമെന്ററി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് അല്ലെ? ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഫോളോസ് പാർലമെന്ററി സിസ്റ്റം. ഇന്ത്യ പാർലമെന്ററി സിസ്റ്റം കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഏത് രാജ്യത്തിന്റെ കോൺസെപ്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം പറയാൻ പറ്റുമോ? ബ്രിട്ടൻ. യെസ്. US എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. US അല്ല കേട്ടോ, UK ആണ്. പാർലമെന്ററി സിസ്റ്റം UK ആണ്, മറന്നു പോകാൻ പാടില്ല. UK ആണ്. ഞാൻ പറയാണ്, ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റവും UK പാർലമെന്ററി സിസ്റ്റവും ഓൾമോസ്റ്റ് ഒരേപോലെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ശരിയാണോ തെറ്റാണോ? യെസ് ഓർ നോ? നെസ് US അല്ല, UK ആണ്. സിമ്പിൾ ആണ്. റോങ്. ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റവും ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റവും ഏകദേശം സിമിലർ ആണ്, ഒരേപോലെയാണ്. റോങ്. ഓക്കെ, ഒരാൾ മാത്രമേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഡിഫറൻസ് ഉണ്ട്. യെസ്, ഡിഫറൻസ് ഉണ്ട്. യെസ്, നോട്ട് സിമിലർ അല്ലെ. ഇന്ത്യ, യെസ്, ഇന്ത്യ ഫോളോസ് UK മോഡൽ.
UK model of parliamentary system, but with its own modification. But with its own modification, separation of power. Gino Joy, very good. So what are the merits of parliamentary system? Accountability. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ മെയിൻസിന് ചോദ്യം ചോദിക്കുമ്പോൾ ഓക്കെ നമുക്ക് അതിലേക്ക് വരാം. Accountability. The government is accountable to the parliament and can be removed through a non-confidence motion. നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ഫീച്ചേഴ്സിൽ ഒന്നാണ്. അപ്പൊ അതൊന്ന് മെറിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അക്കൗണ്ടബിലിറ്റി ആണ്. റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണല്ലേ, റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ഇതെന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പിന്നെ ഈ ലക്ഷ്മികാന്തിലെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നാണ് ഉള്ളത്, സാർ എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് എഴുതിയത്? ചേഞ്ച് ചെറുങ്ങനെ ഉണ്ടാവണ്ടേ? എല്ലാവരും ലക്ഷ്മികാന്ത് തന്നെ കോപ്പി അടിച്ച് അല്ലേ? അപ്പോൾ ചെറിയൊരു ചേഞ്ചസ്, ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ഈ പറഞ്ഞ പോലെ സെന്റൻസുകളൊന്നും മാറ്റിയിട്ടത്. ഓക്കെ, അതല്ലാതെ വേറൊന്നുമില്ല. അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ഗവൺമെന്റ് പാർലമെന്റിന് അല്ല റെസ്പോൺസിബിൾ ആണ്. പാർലമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. The ministers are responsible for their acts in the parliament. Right. Responsiveness. Policies are debated in parliament, making the government more responsive to the public opinion. ഒരു മെറിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. The other one is flexibility. Okay, flexibility. This system allows for quick leadership changes without a full election. Flexibility, or I can say that ready alternative government. അല്ലെ, ready alternative government ഒരു മെറിറ്റ് അല്ലേ ഇത്? അല്ലെ, ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവർ, ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഒപ്പോസിഷൻ പാർട്ടിയോട് നിങ്ങളുടെ ഈ പറഞ്ഞ രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറയാം അല്ലെ, മെജോറിറ്റി. അപ്പൊ റെഡിലി ആൾട്ടർനേറ്റീവ് ഗവൺമെന്റ് അവിടെ ഉണ്ട്. പ്രിവെൻസ്, എന്താണത് വായിക്കാൻ? ഒതോറിറ്റേറിയനിസം അല്ലെ, ഒതോറിറ്റേറിയനിസം. പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്. സെപ്പറേഷൻ ഓഫ് പവർ. ജിനു ജോയ് കുറെ നേരമായി സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ബേസിക്കലി സെപ്പറേഷൻ ഓഫ് പവർ അല്ലെ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചറാണ്. അതായത് ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനിലേക്കോ പവർ ഒതുങ്ങിയിരിക്കില്ല. ന്യൂ ഇലക്ഷൻ വേണോ എന്നത് പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷൻ ആണോ? നെക്സ്റ്റ് ഗവൺമെന്റ് വിളിക്കണോ അതോ ന്യൂ ഇലക്ഷൻ വേണോ എന്നത്? യെസ്, പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷൻ ആണ്. ദാറ്റ് ഈസ് ഡിബേറ്റബിൾ. ഓക്കെ, ഡിബേറ്റബിൾ ആണ് ജിനു ജോയ്. കോമൺലി ഇന്ത്യൻ പ്രാക്ടീസ് വെച്ചിട്ട് എന്താണ്? ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, എലക്ഷൻ കഴിഞ്ഞു, ഗവൺമെന്റ് ഫോം ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യും? പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ മെജോറിറ്റി ആർക്കാണോ ഉള്ളത് അവരെ കോൾ ചെയ്യും. എല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഡിസ്ക്രിഷൻ ആണ്, പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷൻ ആണ്. റൈറ്റ്. നമുക്കത് കൂടുതൽ പാർലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നുമല്ല നിങ്ങൾക്ക് പഠിക്കാൻ. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു പാഠമേ അല്ല. ഓക്കെ, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ പാർലമെന്റ്. ഓക്കെ, നമുക്ക് സീക്വൻസ് അനുസരിച്ച് അത് പറയാം. ഹാർമണി ബിറ്റ്വീൻ ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ. അല്ല, എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും തമ്മിൽ ഹാർമണി ഉണ്ട്. ഇവർ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവില്ല. ഇവർ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അല്ലെ. സോ ഈ എക്സിക്യൂട്ടീവ് ഇസ് എ പാർട്ട് ഓഫ് ലെജിസ്ലേറ്റർ, സോ ദർ ഈസ് ലെസ് ഫ്രിക്ഷൻ ടു കമ്പയർ ടു ദി പ്രസിഡൻഷ്യൽ സിസ്റ്റം. അല്ലെ, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ കൂടുതലായി കാണാൻ സാധിക്കും. ബട്ട് ഹിയർ ദി എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും തമ്മിൽ ഹാർമണിയാണ്. ബിക്കോസ് രണ്ടും they are a part of executive is a part of legislature. Readily alternative government already നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. In case of the ruling party loses its majority, head of the state can invite opposition party to form government. അതേപോലെ തന്നെ ഡീമെറിറ്റുകൾ ഉണ്ടല്ലേ, പാർലമെന്ററി സിസ്റ്റത്തിലെ ഡീമെറിറ്റുകളുണ്ട്. ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, സ്പീഡിൽ റീഡ് ചെയ്ത് പോവാൻ കേട്ടോ. ഇൻസ്റ്റെബിലിറ്റി. ഗവൺമെന്റ് can fall frequently due to the coalition politics and non-confident motion. അല്ലെ, ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റെബിലിറ്റി ആണ് അല്ലെ, അൺസ്റ്റേബിൾ ഗവൺമെന്റ് ആണ്. എപ്പോ വേണമെങ്കിലും വീഴാം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറി. ഓക്കെ, നോൺ കണ്ടിന്യൂറ്റി ഓഫ് ദ പോളിസീസ് അല്ലെ, നോൺ കണ്ടിന്യൂറ്റി ഓഫ് ദ പോളിസീസ്.
ഗവൺമെന്റ് ഇടയ്ക്കിടെ മാറുന്ന സമയത്ത് എന്താണ്, മുമ്പ് ഒരു ഗവൺമെന്റ് തുടങ്ങി വെച്ചിട്ടുള്ള പോളിസീസ് ഒന്നും ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്യണമെന്നും ഒരു നിർബന്ധവും ഇല്ല. ലാക്ക് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. The executive and the legislature are closely linked, which can lead to executive dominance over parliament. You can write it as a demerit. Political gridlock. Coalition government may struggle to make decisions leading to inefficiency. Compromises in policies. Okay, നിങ്ങൾക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവുന്നേ ഞാൻ ഇവിടുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. Dependence on the legislator. Dictatorship of the cabinet. അല്ലെ, when the ruling party enjoys absolute majority in the parliament. നമ്മളിത് നമ്മുടെ മോഡി ഗവൺമെന്റിന്റെ ഫസ്റ്റ് മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്കിത് പറയാം അല്ലെ. റൂളിംഗ് പാർട്ടി എൻജോയ്സ് ആബ്സലൂട്ട് മെജോറിറ്റി. അവിടെ ഈ പറഞ്ഞ പോലെ ഒപ്പോസിഷൻ എന്നുള്ള ഒരു ശക്തി പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ ദിസ് പാർലമെന്ററി സിസ്റ്റം അല്ല. സ്ട്രോങ് ഒപ്പോസിഷൻ എന്തായാലും ഉണ്ടാവണം. സോ യു ക്യാൻ ലിങ്ക് ഇറ്റ്. 3 മാർക്കിനും 5 മാർക്കിനും ഈ പോയിന്റുകൾ തന്നെ ധാരാളമാണ് കേട്ടോ. സോ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ. പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ, കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റം. ഹൗ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് ദി UK മോഡൽ അല്ലെ. UK മോഡൽ അല്ലെ ബ്രിട്ടൻ മോഡൽ. ഈ ഓൾറെഡി പറഞ്ഞു, വി ഹാവ് അഡോപ്റ്റഡ് ഇറ്റ് ഫ്രം ബ്രിട്ടൻ. വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ അല്ലെ. വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ but with our own modification. It is not exact replica of the UK model. നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ നമ്മുടേതായിട്ടുള്ള കുറെ ചേഞ്ചസും കാര്യങ്ങളും മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ബ്രിട്ടനിലെ അതേപോലെ എടുത്ത് കൊണ്ടുവന്നതല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ദ റെപ്ലിക്ക ഓഫ് ബ്രിട്ടൻ വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ. ഒരു 2 ഡിഫറൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ UK ആൻഡ് ഇന്ത്യയുടെ പാർലമെന്ററി സിസ്റ്റം തമ്മിലുള്ള? നിങ്ങൾ റീഡ് ചെയ്തില്ലേ? I will put a white screen here. Okay, നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. മീൻസ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. എന്ത്? ഇന്ത്യാസ് പാർലമെന്ററി സിസ്റ്റം ഈസ് adopted from the British parliamentary model, but India had Indian model of parliamentary system is not replica of the British model, UK model. Oh, sorry. UK model. Comment. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ആൻഡ് യു ഹാവ് 5 മാർക്സ്. 5 മാർക്സ് എന്ന് പറയുമ്പോൾ 14 ലൈൻസ്. എന്തൊക്കെ നിങ്ങൾ എഴുതും? ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഉത്തരം എഴുതുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ആദ്യം എഴുതുക. അതിനുശേഷം ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എഴുതുക. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? Indian parliamentary system is adopted from the British parliamentary model, but Indian model of parliamentary system is not the replica of UK model. Comment. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പോയിന്റുകൾ വരട്ടെ. ഇന്ത്യൻ റിപ്പബ്ലിക്, ബ്രിട്ടീഷ് മൊണാർക്ക്. ഓക്കെ, ഷിജിൻ, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ജിസ, ജിനു, ഗായത്രി എല്ലാവരും ഉത്തരം പറഞ്ഞു. പക്ഷേ യു ഹാവ് ടു സേ ഫസ്റ്റ് 1, 2, 3, 4 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളായിരിക്കണം. എക്സാമിനർക്ക് എപ്പോഴും പറയാറുണ്ട്, എക്സാമിനർക്ക് കാണുമ്പോൾ മനസ്സിലാണ് യെസ് ഈ കുട്ടിക്ക് കാര്യം അറിയാം അല്ലെ.
അല്ലാതെ ഫസ്റ്റ് പോയിന്റ് തന്നെ നമ്മൾ സോറി ഫോർ ദാറ്റ്. ഷിജിൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഏതാ അല്ല. ഇന്ത്യ ഹാസ് എ റിപ്പബ്ലിക്കൻ സിസ്റ്റം ബട്ട് ബ്രിട്ടീഷ് ഹാസ് എ മൊണാർക്കൽ സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയുടെ ഹെഡ് ഈസ് ആൻ ഇലക്ടഡ് അല്ലെ, പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യ അല്ലെ, പ്രസിഡന്റ് ഇലക്ടഡ് ആണ്. ബ്രിട്ടന്റെ ഹെഡ് ഒരു മൊണാർക്കിയാണ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് ഷിജിൻ പറഞ്ഞ് എഴുതാം. എന്ത്? ഇന്ത്യ ഹാസ് എ റിപ്പബ്ലിക്കൻ സിസ്റ്റം. Head is elected, but Britain head is monarchy അല്ലെ, അല്ലെങ്കിൽ നോട്ട് ഇലക്ടഡ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എഴുതുക. ബ്രാക്കറ്റിലെ ഹെറിഡിറ്ററി പൊസിഷൻ എന്നോ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ത് എഴുതും? ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദെയർ ആക്ഷൻസ്. യാ, ശരിയാണ്. എന്നിരുന്നാലും അതിന് ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് എന്താണെന്ന് നോക്കട്ടെ. ബ്രിട്ടൻ ദ ഡോക്ട്രിൻ ഓഫ് സോവറിൻ ഇസ് വെരി ഗുഡ്. അഗെയിൻ അല്ലെ, വാലിഡ് പോയിന്റ്. ബ്രിട്ടീഷ് PM മസ്റ്റ് ബി മെമ്പർ ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ. യാ, ശരിയാണ്. എന്താണ് പേരെന്താണ്? ഓക്കെ, സുകേഷ്. യെസ്, സുകേഷ്. ഗുഡ് പോയിന്റ്. എന്നിരുന്നാലും അതിന് മുന്നോടിയായിട്ട് ഒരു പോയിന്റ് കൂടി, ബെസ്റ്റ് പോയിന്റ് കിട്ടിയിട്ട് എന്താണ്? ബ്രിട്ടീഷ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി സൊവേർണിറ്റി ഓഫ് പാർലമെന്റ് അല്ലെ. പാർലമെന്റ് ആണ് അവിടെ ഏറ്റവും വലുത്. While in India, Parliament is not supreme. In India, Parliament is not supreme. രണ്ടാമത്തെ പോയിന്റ് എഴുതി, പാർലമെന്റ് ഈസ് നോട്ട് സുപ്രീം ബിക്കോസ് ഓഫ് ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ ഭരണഘടന ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ പാർലമെന്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അടുത്ത പോയിന്റ്, മൂസിന് പോയോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്പീരിയർ. യെസ്, ജിനു ജോയ്. ഈ പോയിന്റിലേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഗായത്രി പറഞ്ഞ പോയിന്റ് ഏത് അല്ലെ? ബ്രിട്ടീഷ് PM should be a member of lower house. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ PM ക്യാൻ ബി മെമ്പർ ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ലോക്സഭയോ രാജ്യസഭയോ അല്ല, ഇന്ത്യ ഹൗസിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അടുത്ത പോയിന്റ് എന്തെഴുതാം? ബ്രിട്ടൻ സിസ്റ്റം ആസ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ആരോ പറഞ്ഞിട്ടുണ്ട് അല്ല, ബ്രിട്ടൻ സിസ്റ്റം ആസ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ബട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല അല്ലെ. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിൽ ഇല്ല. നോ സച്ച് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എഴുതിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടൻ, ഇന്ത്യ. ഓക്കെ, എന്ത് ചെയ്യുക? സാർ, ബ്രിട്ടന് ജുഡീഷ്യൽ റിവ്യൂ പവർ ഉണ്ടോ? ജുഡീഷ്യൽ റിവ്യൂ പവർ എല്ലാവരും ഇല്ലേ? ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ബ്രിട്ടൻ അല്ലല്ലോ. ജുഡീഷ്യൽ എല്ലാം നമ്മൾ USA അല്ല, അശ്വതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ? ഇത്രയും പോയിന്റുകൾ മസ്റ്റായിട്ട് എഴുതണം. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വാലിഡ് അല്ലാത്ത പോയിന്റുകളും എഴുതിയാൽ ദർ ഇസ് നോ പ്രോബ്ലം. സാർ, ബ്രിട്ടീഷ് ആൻഡ് US പ്രസിഡൻഷ്യൽ സിസ്റ്റം ഡിഫറെന്റ് ആണോ? ബ്രിട്ടീഷ് പ്രസിഡൻഷ്യൽ സിസ്റ്റം US പ്രസിഡൻഷ്യൽ സിസ്റ്റം ഡിഫറെന്റ് ആണോ? ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റവും UK പാർലമെന്ററി സിസ്റ്റവും പഠിക്കാം. എന്നിട്ട് ബ്രിട്ടനും US പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് പോവാം. US പാർലമെന്ററി സിസ്റ്റം അല്ല, US പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്. പ്രസിഡന്റ് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഡിഫറെന്റ് അല്ലാതെ ഇരിക്കുമോ? ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് US സിവിൽ സർവീസസിനല്ല,
ബ്രിട്ടൻ സിവിൽ സർവീസസിനല്ല, ഇന്ത്യൻ സിവിൽ സർവീസസിനാണ് അല്ലെ, KS നാണ്. അതിന്റെ കൂടുതൽ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ, ബ്രിട്ടൻ ഷാഡോ ക്യാബിനറ്റ് ഒപ്പോസിഷൻ. സോ അഗൈൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇവിടെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആർട്ടിക്കിൾ 74, Council of Ministers headed by PM to advise on the President, and Article 74. Okay, articles പറയാണ്. Okay, നമ്മുടെ പാർലമെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. Article 85, sections of the Parliament and resolution of Lok Sabha. Article 356, President's roles in state. Right. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് ദ ഡിഫറൻസസ് ഫ്രം ദ ബ്രിട്ടീഷ് സിസ്റ്റം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് കമ്പാരിസൺ. ഓക്കെ, കമ്പാരിസൺ ബിറ്റ്വീൻ ദി പാർലമെന്ററി വേഴ്സസ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഓക്കെ, നമ്മളെ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോട്ട്സ് ഓഫ് ഇങ്ങനെ സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് മാത്രം ഫോക്കസ് ചെയ്യാം. സോ ജസ്റ്റ് പാർലമെന്ററി വേഴ്സസ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫീച്ചേഴ്സ് പാർലമെന്ററി സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇവിടെ ഇന്ത്യ എന്ന് കൊടുക്കുക. പാർലമെന്ററി സിസ്റ്റം. പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് യെസ് മൂസിന, യെസ് ലക്ഷ്മികാന്തിലുണ്ട്. യെസ്, അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ടാബിളിൽ. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് USA കമ്പയർ ചെയ്യുക. എക്സിക്യൂട്ടീവ് ഹെഡ്, യെസ് പ്രധാനമന്ത്രി അല്ലെ, പ്രൈം മിനിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എന്താണ്, പകരം പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓൾമോസ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡൻഷ്യൽ സിപ്പ് എന്ന് അറിയപ്പെടുന്നത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, നോ ഫ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഇവിടെ എന്താണ്, സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലെ, സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് പവർ. എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി, ഇവിടെ എന്താണ്, അക്കൗണ്ടബിൾ ടു ദി പാർലമെന്റ്. പ്രസിഡൻഷ്യൽ ഷിപ്പിന് എന്താണ്, നോട്ട് ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു ദി പാർലമെന്റ്. നമ്മൾ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെസ് സ്റ്റേബിൾ ആണ് അല്ലെ. ഈ പറഞ്ഞ നോൺ കോൺഫിഡൻസ് മോഷനും എക്സെട്ര കാര്യങ്ങളുണ്ട്. ഇവിടെ മോർ സ്റ്റേബിൾ ആണ്, ഫിക്സഡ് ടെന്യൂർ ആണ്. ഓക്കെ, മോർ സ്റ്റേബിൾ ആണ്, കുറച്ചുകൂടി ടെന്യൂർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇറങ്ങും. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാലും കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലും അല്ലെ കോalition ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ഗവൺമെന്റ് താഴെ വീഴാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാലം മാറിയാലും. ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആൻഡ് കൺസൾട്ടീവ്. ഇവിടെ ഫാസ്റ്റർ ആയിരിക്കും, സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലെ. ബിക്കോസ് ഒരുപാട് പേരൊന്നുമായിട്ട് ഫ്ലെക്സിബിലിറ്റി, മോർ ഫ്ലെക്സിബിൾ, ലെസ് ഫ്ലെക്സിബിൾ. എക്സാമ്പിൾസ് UK, India, USA, Brazil, Russia. ഓക്കെ, ബിഫോർ റീഡിംഗ് ദിസ് മസ്റ്റ് ആയിട്ട് ലക്ഷ്മികാന്തിലെ പ്രസിഡൻഷ്യൽ ഷിപ്പ് ഓക്കെ, ഇന്ത്യയുടെ പാർലമെന്റ് സിസ്റ്റവും റീഡ് ചെയ്യാം. ഓക്കെ, സോ ദർ ആർ സം റീസൺസ്. ഓക്കെ, നമ്മൾ ലക്ഷ്മികാന്തിലെ എല്ലാ കാര്യങ്ങളും പാർലമെന്ററി ഫീച്ചേഴ്സ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ക്രക്സ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദർ ആർ സം റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ദി പാർലമെന്ററി സിസ്റ്റം. ഓൾറെഡി അല്ലെ നമ്മൾ പാർലമെന്ററി സിസ്റ്റമായിട്ട് ഫെമിലിയർ ആയിരുന്നു അല്ലെ. പാർലമെന്ററി സിസ്റ്റം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ പ്രസിഡൻഷ്യൽഷിപ്പ് ആൻഡ് പാർലമെന്റ് ഇന്ത്യയിൽ ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിൽ രണ്ടിൽ ഏത് വേണം? അല്ല, ഇംപീച്ച്മെന്റ് ഉണ്ട്, പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ഉണ്ട് ഷാറൂഖ്. പക്ഷേ ഇന്ത്യയുമായി കമ്പയർ ചെയ്യാണ്, നമ്മൾ പാർലമെന്ററി സിസ്റ്റവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആണ്. പെർമനന്റ് ഫിക്സഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ദർ ആർ സം പ്രോബ്ലംസ് എല്ലാത്തിനും. ഫെമിലിയറിറ്റി വിത്ത് ദ സിസ്റ്റം അല്ലെ, ഓൾറെഡി നമ്മൾ ഈ സിസ്റ്റമായിട്ട് ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ഫെമിലിയർ ആണ്. പ്രിഫറൻസ് ടു മോർ റെസ്പോൺസിബിലിറ്റി അല്ലെ. ഇവിടെ എന്താണ്, റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറവാണ്. ഇവിടെ എന്താണ്, മോർ റെസ്പോൺസിബിലിറ്റി. അവോയ്ഡ് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് കോൺഫ്ലിക്ട് നമ്മൾ പഠിച്ചു. ആൻഡ് നാച്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഇത് നിങ്ങൾ ലക്ഷ്മികാന്തിൽ റീഡ് ചെയ്യുക. ഇൻഫാക്ട് ഈ പോയിന്റുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഇൻഫാക്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത്, വൈ ഇന്ത്യ അഡോപ്റ്റഡ് പാർലമെന്ററി സിസ്റ്റം റാദർ ദാൻ പ്രസിഡൻഷ്യൽ ഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 പോയിന്റുകൾ ഓർത്തിരിക്കുക. സോ പാർലമെന്ററി സിസ്റ്റം എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഈ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളൊന്നും വരാനുണ്ട് ഒരു ഇതില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. റൈറ്റ്, മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ടോപ്പിക്കിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. മെയിൻസ് പെർസ്പെക്റ്റീവ്
യെസ്. ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് സിമ്പിൾ ആണ്. എഗെയിൻ ഇത് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെരി സിമ്പിൾ ടോപ്പിക് ആണ്, ഈസി ടോപ്പിക് ആണ് അല്ലെ. ഫീച്ചേഴ്സ്, ഫെഡറൽ. എന്താണ് ഫെഡറൽ? എന്താണ് ഫെഡറൽ? ഫെഡറലും നോൺ ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഫെഡറൽ, ഫെഡറൽ അല്ലെങ്കിൽ നോൺ ഫെഡറൽ, എന്താണ് കോമൺലി ഇത് ഉദ്ദേശിക്കുന്നത്? ബേസിക്സ് എന്താണ്? സെപ്പറേറ്റ് പവേഴ്സ്. യെസ്. നോൺ ഫെഡറൽ അല്ലെങ്കിൽ ഇതിന് നമ്മൾ യുണൈറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയും. യുണൈറ്ററി ഫെഡറലിസം അങ്ങനെ പറയും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, നോൺ ഫെഡറലിസം എന്ന് പറഞ്ഞാല് ഒരു ഒരു പവറിന്റെ അടുത്ത് തന്നെയായിരിക്കും എന്ത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. നോൺ ഫെഡറലിസം. ഫെഡറൽ എന്ന് പറയുമ്പോൾ എന്താണ്? പവേഴ്സ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഫെഡറൽ എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ സ്വയം പിടിച്ചു വെക്കും. ഓക്കെ. മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങൾ യുണൈറ്ററി അല്ലെ, ഒറ്റക്ക് ആയിട്ടായിരിക്കും ചെയ്യുക. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ യുണീക് ബ്ലെൻഡ് ഓഫ് ഫെഡറൽ അല്ലെ. ഇനി നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇനി ഇതെങ്ങനെ നമ്മുടെ ഭരണഘടനയുമായിട്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇതിന് എന്ത് ബന്ധമെന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ യുണീക് ബ്ലെൻഡ് ഓഫ് ഫെഡറൽ ആൻഡ് യുണൈറ്ററി എലമെന്റ്സ്. രണ്ടും ഉണ്ട് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ contains both federal as well as non-federal elements, often described as the quasi-federal. Yeah, obviously. It established a dual system of government, dividing the powers between the central government and the state government, while ensuring the center remains stronger to maintain national unity and integrity. What is federalism? ഒരു വരിയിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വാട്ട് ഈസ് ഫെഡറലിസം? ഫെഡറലിസം ഒരു വരിയിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വാട്ട് ഈസ് ഫെഡറലിസം? മുസിന, സെപ്പറേറ്റ് പവേഴ്സ്. വാട്ട് ഈസ് ഫെഡറലിസം എന്ന് KS നിങ്ങളോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് പവേഴ്സ് എന്ന് മാത്രമേ എഴുതൂ. ഓക്കെ, നേരത്തെ പറഞ്ഞാണല്ലേ മുസിന, സോറി. ഞാൻ വിചാരിച്ചു ഇപ്പം പറഞ്ഞു. ഓക്കെ, സോറി, നേരത്തെ പറഞ്ഞാണ്. Separation of powers between center and the state on an agreement. Yeah, very good. Federalism refers that the powers are divided within the legislative, executive, judiciary level. A type of government where there is a division of power. Structure of the government governing system where the powers are shared among the central. Yeah. Okay, നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. Federalism is a system of government in which powers are divided. അല്ലെ, നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, powers are divided between a central authority. അല്ലെ, ആരാണ് ഡിവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ അതോറിറ്റി and various constituent units. സ്റ്റേറ്റുകൾ അല്ലെ, പ്രൊവിൻസുകൾ, എക്സെട്ര. ഇതാണ് ഫെഡറലിസം അല്ലെ. ഗുഡ്. സോ നമ്മൾ പഠിച്ചു ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, നോൺ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, അതായത് യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്.
എന്തൊക്കെയാണ് ഫെഡറൽ ഫീച്ചേഴ്സ്? സിമ്പിൾ ആണ്, സ്പീഡിൽ റീഡ് ചെയ്തോളൂ. ഡ്യുവൽ ഗവൺമെന്റ് അല്ലെ, കോൺസെപ്റ്റ് മനസ്സിലായി. ഇനി സിമ്പിൾ ആയിട്ട് ഓരോരോ ഹെഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം, രണ്ട് ഗവൺമെന്റ് സിസ്റ്റം. ഒരു ഫെഡറൽ ഫീച്ചർ അല്ലേ? അല്ല, രണ്ട് ഗവൺമെന്റ് ആകുമ്പോൾ രണ്ട് ഗവൺമെന്റ് തമ്മിൽ പവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഫീച്ചേഴ്സിൽ ഒന്നാണ് അല്ലെ. ഇന്ത്യ ഹാസ് ടു ലെവൽ ഓഫ് ഗവൺമെന്റ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്തിൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഒരു റിട്ടൺ ഭരണഘടന അല്ലെ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എ കോംപ്രഹെൻസീവ് ഡോക്യുമെന്റ് ഡിഫൈനിങ് ദ പവേഴ്സ് ഓഫ് ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഗവൺമെന്റ്. നമുക്കറിയാം ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ എന്താണല്ലേ, പവേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ഭംഗിയായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ലിമിറ്റ്സ്. സോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഫെഡറൽ ഫീച്ചേഴ്സ്. ദെൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെ, നമുക്കറിയാം 7th ഷെഡ്യൂൾ പ്രകാരം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്തായാലും ഒരു മാർക്ക് പ്രിലിംസിന് ഇവിടുന്നാണ് കേട്ടോ. ഒരു മാർക്ക്. ഞാൻ ഇന്നലെ MCQ ചോദിച്ചുള്ള ഒരു ചോദ്യം, ചൂസ് ദി പിന്നെന്തോ ഫെഡറൽ ഫീച്ചേഴ്സ് അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം ഫോർ പ്രിലിംസ്. സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം ലോ, എനി ലോ വയലേറ്റിംഗ് ഇറ്റ് ക്യാൻ ബി സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെ, നേരെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആകുമ്പോൾ അത് യൂണിറ്ററി ഫീച്ചർ ആയി അല്ലെ, ഇന്റഗ്രേറ്റഡ്. ഇത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ബൈ ക്യാമറലിസം, ലോക്സഭ രാജ്യസഭ. സ്റ്റേറ്റിലാണെങ്കിൽ പ്രസിഡന്റ് ഫെഡറൽ ഫീച്ചർ ആണോ? പ്രസിഡന്റിന് നമുക്ക് എന്ത് പറയാം? പ്രസിഡന്റിന്റെ ഇലക്ഷനില് സ്റ്റേറ്റും സെൻട്രലും സ്റ്റേറ്റും ഭാഗമാവുന്നില്ലേ? പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ഗവർണർ നമുക്ക് എന്ത് പറയാം? യൂണിറ്ററി ഫീച്ചർ ആയിട്ട് പറയാം അല്ലെ. ഗവർണർ ഒരു യൂണിറ്ററി ഫീച്ചർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നോൺ ഫെഡറൽ ക്യാരക്ടർ ആയിട്ട് പറയാം. പ്രസിഡന്റ് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. എലക്ടഡ് ഗവൺമെന്റ് അറ്റ് ബോത്ത് ലെവൽസ് ബൈ ക്യാമറലിസം. ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുക, അല്ലാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കാണാപ്പാടം പഠിക്കുക. അതേപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും എന്ത് ചെയ്യുക, നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. ലക്ഷ്മികാന്ത് നോക്കിയിട്ട് അതേപോലെ നോക്കി പഠിക്കുക. ഇത് അത് തന്നെയാണ്, അതിന്റെ ക്രെക്സ് ആണ്, അതിന്റെ ഷോർട്ട് നോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രോങ് സെന്റർ, ഗവർണർ സെൻട്രൽ ഏജന്റ് അല്ലേ. ഗവർണർ സെൻട്രൽ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ഫേമസ്. സുപ്രീം കോടതി പറഞ്ഞു ഗവർണർ ഈസ് നോട്ട് ആൻ ഏജന്റ് ഓഫ് ദ ഗവൺമെന്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗവർണർ ഒരു സെൻട്രൽ ഏജന്റ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. സ്ട്രോങ് സെന്റർ, ദ സെന്റർ ഹാസ് മോർ പവേഴ്സ് ദാൻ ദ സ്റ്റേറ്റ് അല്ലെ, എസ്പെഷ്യലി ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, എമർജൻസി. ഗവർണർ സെൻട്രൽ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, എമർജൻസി പ്രൊവിഷൻ, യൂണിഫൈഡ് ജുഡീഷ്യറി അല്ലെ, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഓൾ ഇന്ത്യ സർവീസസ്, ഗവർണർ അല്ലെ ആസ് എ സെന്റേഴ്സ് റെപ്രസെന്റേറ്റീവ്, veto powers of the president. President can refuse assent to the state bills or send them for reconsideration. Okay. And the conclusion is that India is not a pure federal state like USA, nor completely unitary state like Britain. It follows a quasi-federal system, balancing the state autonomy and the central autonomy to maintain national unity and administrative efficiency. ക്വാസി ഫെഡറൽ എന്നുള്ള ടേം കഴിഞ്ഞ തവണ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെയിൻസിന്റെ PYQ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ക്വാസി ഫെഡറൽ. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫെഡറൽ ആൻഡ് യൂണിറ്റി നോൺ ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക്സ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കാണാപ്പാടം പഠിക്കുക. 1 മാർക്ക് ഫോർ പ്രിലിംസ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ടോപ്പിക് യഥാർത്ഥത്തിൽ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ കുറച്ച് എളുപ്പത്തിലുള്ള ക്ലാസ് ആണ്. ഇനി നോക്കുക. വി ഓൾറെഡി കംപ്ലീറ്റഡ് സാലിയന്റ് ഫീച്ചേഴ്സ്, കംപ്ലീറ്റഡ് പാർലമെന്ററി ഫീച്ചേഴ്സ് ആൻഡ് ഫെഡറൽ സിസ്റ്റം. ഇത് മൂന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ 4, 5 നോക്കട്ടെ, ഒരു മിനിറ്റ്.
ടാർഗറ്റ് ഇടാം, എന്നാലും ജസ്റ്റ് നിങ്ങളോട് പറയാമല്ലോ ലൈവായിട്ട്. പ്രിയാമ്പിൾ, നാളെ പ്രിയാമ്പിൾ പഠിക്കണം. പ്രിയാമ്പിൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബൈഹാർട്ട് പഠിക്കാം. ആൻഡ് പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്, ഓക്കെ, പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ് നാളെ പഠിക്കാം. ഇതിന്റെ കൂടെ ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ഇല്ല, അതിന്റെ സമയമായിട്ടില്ല ഷാരോ. ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് ഇന്ത്യയുടെ എന്താണ്, ഇന്ത്യയുടെ പാർലമെന്ററി ഫീച്ചേഴ്സ് എന്താണ്, ഫെഡറൽ സ്ട്രക്ചർ എന്താണ്, മെയിൻസ് പെർസ്പെക്റ്റീവ്. ഇനി യഥാർത്ഥത്തിൽ പാർലമെന്റ് നമുക്ക് പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. എന്ത് പാർലമെന്റ്? പാർലമെന്റ് ഞാൻ പറഞ്ഞുതരാം. പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, വലിയ ചാപ്റ്റർ ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ്, പാർലമെന്ററി കമ്മിറ്റീസ്, പാർലമെന്ററി ഫോറംസ്, പാർലമെന്ററി ഗ്രൂപ്പ്, അതൊക്കെ നമുക്ക് ഒപ്പരം പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉണ്ടല്ലോ, അതുകൂടി പഠിക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഇൻട്രോ ക്ലാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു തുടക്കമാണ് അല്ലെ. നമ്മുടെ രാജ്യം എങ്ങനെയാണ്, നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്, നമ്മുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ ഒന്നും പഠിക്കാനായിട്ടില്ല. നാളെ നിങ്ങൾ പ്രിയാമ്പിൾ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ് കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഓക്കെ, ഈവൻ ദോ പെയ്ഡ് ക്ലാസ്സിലൊക്കെ 5 ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് തീർത്തത്. എന്നിരുന്നാലും നാളെ മാക്സിമം ട്രൈ ചെയ്യുക ഫണ്ടമെന്റൽ റൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉച്ചക്ക് 2 മണിക്ക് ക്ലാസ് വെക്കാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിന്റെ ഒരു 4 അല്ലെങ്കിൽ 5 MCQs ഇന്ന് രാത്രി നമ്മുടെ ചാനലിൽ 10 മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പോൾ ഇന്നലെ ചെയ്ത പോലെ പോൾ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് നോക്കാം, ഒരു കട്ട് ഓഫും വെക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ആൻഡ് ക്ലാസ് ഇത്ര നേരം കേട്ടിരുന്ന ഇറ്റ്സ് റിയലി ഗുഡ്. ലൈവ് ക്ലാസ് കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ്. ആൻഡ് പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് എക്സാമിന് എത്താനായി. വി വിൽ ഡു അവർ ബെസ്റ്റ്. ഓക്കെ, മറ്റു പലരും പ്ലാനിങ് മാത്രമേ ഉള്ളൂ, പഠിത്തമില്ല. നിങ്ങൾ പ്ലാനിങ്ങും ഉണ്ട്, പഠിത്തമുണ്ട്. സോ യു ഗൈസ് ആർ ഫാർ ബെറ്റർ. സോ ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്യുക, ഈ ഒരു മൊമെന്റത്തിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഇന്നിത്ര മതി. ക്ലാസ് ഞാൻ നീട്ടുന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഞാൻ ടാർഗറ്റ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം വീഡിയോക്ക് ശേഷം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്.